മഹാനായ ഗൗസുൽ ആസം മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ സ്മരിക്കാനും അവരുടെ ജീവിത ചരിത്രങ്ങൾ പറയാനും കേൾക്കാനും പാടാനും മനസ്സിലാക്കാനും ഒരുമിച്ച് കൂടിയവരാണ് നമ്മൾ. മഹാനായ താജുൽ ഉലമ അല്ലാഹുവേ നീ ദർജന ഉയർത്തി കൊടുക്കണം റഹ്മാനെ. മഹാനായ നൂറുൽ ഉലമ തുടങ്ങിയ മഹാരഥന്മാരായ ഉലമാഇന്റെ ജീവിതത്തെ സ്മരിക്കാനും പാഠങ്ങൾ മനസ്സിലാക്കിയെടുക്കാനുമാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയത്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ലോകസൃഷ്ടാവായ അല്ലാഹുവിന്റെ കലാമാണ്. ആ അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ പിൻഗാമികളായിരുന്ന മുമ്പ് കാലത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കളെ സ്മരിക്കുകയും അവരുടെ മഹത്വം പറയുകയും അവരുടെ ജീവിത ചരിത്രം പിൽക്കാലത്ത് വരുന്ന സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാൻ അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളെ ഉപയോഗപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. وَإِذَا أَخَذْنَا مِنَ النَّبِيِّينَ مِيثَاقَكُمْ وَمِنْكَ وَمِنْ نُوحٍ وَإِبْرَاهِيمَ وَمُوسَى وَعِيسَى ابْنَ مَرْيَمَ وَأَخَذْنَا مِنْهُمْ مِيثَاقًا غَلِيظًا. അല്ലാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും മഹാനായ നബിയുല്ലാഹി നൂഹ് അലാ നബീനാ അലൈഹി സലാം, മഹാനായ ഖലീലുല്ലാഹി നബിയുല്ലാഹി ഇബ്രാഹിം അലാ നബീനാ അലൈഹി സലാം, മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹി സലാം തുടങ്ങി അമ്പിയാക്കളുടെ അടുക്കലിൽ നിന്ന് അല്ലാഹു തആല കരാർ വാങ്ങിയതിനെ കുറിച്ചു. എന്നാൽ വെറും അവരുടെ ജീവിതത്തിലുള്ള കരാറുകളും അവരുടെ ജീവിതത്തിലുള്ള അല്ലാഹുവുമായുള്ള കൽപ്പനകളും മാത്രമല്ല ഖുർആൻ നമ്മെ പഠിപ്പിച്ചത്. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സലാമിന്റെ മുഅ്ജിസത്തുകൾ അടക്കം, മഹാനായ ഖലീലുല്ലാഹി നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാമിന്റെ മുഅ്ജിസത്ത് അടക്കം പല അമ്പിയാക്കളുടെയും ജീവിതത്തിലെ പല അനുഭവങ്ങളും അവരുടെ ജീവിതത്തിലെ സുപ്രധാനമായ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഖുർആൻ സ്മരിച്ചിട്ടുണ്ട്. മഹാനായ ഖലീൽ, മഹാനായ നബിയുല്ലാഹി മൂസ അലാ നബീനാ അലൈഹി സലാം അവിടുത്തെ അടുക്കലേക്ക് വന്ന് അവിടുത്തെ സമൂഹം വെള്ളം ചോദിച്ചു. വൈദിസ്തസ്ഖാ മൂസ ലിഖൗമിഹി അൻളിബ് ബിഅസാക്കൽ ഹജർ ഫംബജസ്തു മിൻഹു 12 ഐനാ. മൂസാ നബി അലൈഹി സലാമിന്റെ സമൂഹം മൂസാ നബി അലൈഹി സലാമിനോട് വെള്ളം ചോദിക്കുകയും മൂസാ നബി അലൈഹി സലാം വടികൊണ്ട് പാറക്കടിക്കുകയും 12ഓളം വരുന്ന ഗോത്രങ്ങളിലെ ജനങ്ങൾക്ക് വ്യത്യസ്തമായ അരുവികളിലൂടെ ഒരൊറ്റ വടികൊണ്ട് ഒരൊറ്റ അടിയടിച്ചപ്പോ പാറയിൽ നിന്ന് വെള്ളം വെട്ടിയൊലിച്ച് അവർക്ക് കുടിക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുത്ത ചരിത്രം അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു. അതുപോലെ മഹാനായ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാം ലോകസൃഷ്ടാവായ അല്ലാഹുവിനോട് എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കൽ എന്ന് ചോദിക്കുകയും
മരിച്ചവരെ ജീവിപ്പിക്കുന്നതിന്റെ രൂപം മനസ്സിലാക്കാൻ വേണ്ടി വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ലിയത്മഇന്ന ഖൽബി, എന്റെ ഹൃദയത്തിൽ സമാധാനം കിട്ടാനാണെന്ന് അല്ലാഹുവിനോട് പറയുകയും ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പക്ഷിയെ കൊണ്ടുപോയി പർവ്വതത്തിന്റെ 4 ഭാഗത്ത് മറവ് ചെയ്യാൻ പറയുകയും ആ പക്ഷികളെ നിങ്ങൾ വിളിച്ചാൽ എഴുന്നേറ്റ് വരുന്നതായി, ജന്മം നൽകപ്പെട്ടതായി കാണാൻ ചെയ്യുകയും ചെയ്യുമെന്ന് മുഅ്ജിസത്ത് പറയുകയും ചെയ്തു ഖുർആൻ. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അംബിയ മുർസലീങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങളും അവരുടെ പാഠങ്ങളും ഖുർആൻ നമുക്ക് പാഠമായി നൽകി. ഇതുപോലെ നമ്മളെ മുൻഗാമികളായ സ്വാലിഹീങ്ങൾ, അല്ലാഹുവിന്റെ ഔലിയാക്കളായ വലിയ വലിയ ഖുതുബുകൾ, മഹാനായ ഗൗസുൽ ആദം മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളടക്കം, മഹാനായ അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹു അടക്കം വലിയ വലിയ അഖതാബുകളെയും ഈ അടുത്ത കാലത്ത് നമ്മളുടെയൊക്കെ ഇടയിൽ ജീവിക്കുകയും ജീവിതത്തിൽ വലിയ മാതൃക കാണിച്ചു തന്ന് ജീവിക്കുകയും ചെയ്ത മഹാനായ താജുൽ ഉലമാ ഉള്ളാളം തങ്ങളെയൊക്കെ സ്മരിക്കുന്നത് എന്തിനാണ്? അവരുടെ ജീവിതത്തെ നമ്മൾ പാഠമായി ഉൾക്കൊള്ളുകയും അവരുടെ ജീവിതത്തെ നമ്മൾ മനസ്സിലാക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ആ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് അതേ മാർഗരേഖയായി സ്വീകരിക്കാനുമാണ്. അതുകൊണ്ടാണ് മഹാനായ ഖലീലുല്ലാഹി നബിയുല്ലാഹി ഇബ്രാഹിം അലാ നബിയിന വഅലൈഹിസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന അല്ലാഹു പറയാണ്, വജഅൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. എന്റെ ജീവിതം കണ്ട എന്റെ പ്രിയപ്പെട്ട അനുയായികൾ അവരെന്നെ മനസ്സിലാക്കി, അവരെന്നെ അറിഞ്ഞു, അവർക്ക് തീർച്ചയായും എന്നെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുമ്പോൾ നസാറാക്കൾ പറയുന്നു, അതെ അന്നഹു ഫീ മില്ലത്തിനാ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം നസറാനികളുടെ മില്ലത്തിലാണ്, നസറാനികളുടെ വഴിയിലാണ്. യഹൂദികൾ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നു, വഹുവ ഫീ മില്ലത്തിനാ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഞങ്ങളെ മാർഗരേഖയിലാണ്. ഇങ്ങനെ യഹൂദികളും നസറാനികളും പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിത ചരിത്രത്തെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തെ അവകാശവാദമായി ഉന്നയിക്കുകയാണ്. എന്തുകൊണ്ടാണ്? അവിടുത്തെ ജീവിതത്തെ ശുദ്ധി കൊണ്ടാണ്, അവിടുത്തെ മുമ്പ് കാലത്ത് ജീവിച്ച് കാണിച്ചു തന്ന മാതൃക കൊണ്ടാണ്. ആ ജീവിതം മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ചിന്തിച്ചുപോയി. വജഅൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. എന്റെ ജീവിതം എന്റെ കാലത്ത് ജീവിച്ചവര് മാത്രം അറിഞ്ഞാൽ പോരാ, മറിച്ചോ എന്റെ പിൽക്കാലത്ത് വരുന്ന പിൻതലമുറ എന്റെ ജീവിതത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം, അവരത് മനസ്സിലാക്കിയിരിക്കണം, അവരാ ജീവിതത്തെ കുറിച്ച് പഠിച്ചിരിക്കണം. അപ്പോഴാണല്ലോ എന്റെ ജീവിതം നിന്റെ പൊരുത്തത്തിലായി നയിക്കാൻ വേണ്ടി ഞാൻ ചെലവഴിച്ച സമയം, ഞാൻ അതിനു വേണ്ടി സഹിച്ച ത്യാഗം, അതിനുവേണ്ടി ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ അവരും അറിയുമ്പോഴാണ് അവർക്കും നിന്നെ വഴിപ്പെട്ട് ജീവിക്കാൻ കഴിയല്. അതുകൊണ്ട് വജഅൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. പിൽക്കാലത്ത് വരുന്ന സമൂഹത്തെ എന്റെ മൗലിദ് ഓതുന്ന നല്ല സുന്നികളാക്കി തരണേ അല്ലാഹ്. മഹാനായ നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്ത. മൗലിദ് എന്നുള്ള വാക്ക് അതിലുണ്ടായിക്കൊള്ളണം എന്നില്ല. എന്താ മൗലിദ് എന്ന് പറഞ്ഞാല്? മൗലിദ് എന്ന് പറഞ്ഞാൽ അവരുടെ മഹത്വം പറയലും അവരുടെ ജീവിത ചരിത്രം പറയലും അവരുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങളൊക്കെ പറയലാണ് മൗലിദ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ആഗ്രഹിച്ചത്. അല്ലാഹ് പിൽക്കാലത്ത് ജീവിക്കുന്ന സമൂഹത്തിനിടയിൽ
എന്നെ കുറിച്ച് നല്ലത് പറയുന്നൊരു നാവ് നീ അവർക്ക് നൽകണേ അല്ലാഹ്. മഹാനായ ഖലീലുള്ളാഹി നബിയുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ആഗ്രഹിക്കുന്നു. ഇത് തന്നെയാണ് നമ്മളെ മുൻഗാമികളായ മഹാന്മാരോട് കടപ്പെട്ട് ചെയ്യുന്നത്. അവരുടെ മഹത്വം പറയുന്നു, അവരെ ബഹുമാനം പറയുന്നു, അവരെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ പറയുന്നു. മഹാനായ താജുൽ ഉലമ അല്ലാഹുവേ ദറജന നീ ഉയർത്തി കൊടുക്കണം റഹ്മാനേ. താജുൽ ഉലമയുടെ വഫാത്തിന്റെ അല്പം മുമ്പ് കരുവന്തുരുത്തിയിൽ തന്നെ താമസം, കൂടുതൽ സമയം ചെലവഴിക്കുന്ന സമയം. മഹാനായ താജുൽ ഉലമ കൂടുതൽ എവിടേക്കും പോകാറില്ല. വീട്ടിന്റെ തൊട്ടുള്ള പള്ളിയിലാണ് ദർസ് നടത്താറുള്ളത്. ആ സമയത്ത് ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ മകളുടെ മകൻ എന്നെ വിളിച്ചു. താജുൽ ഉലമയുടെ ദർസിന്റെ മുമ്പ് വന്ന് ഇവിടെ ഒന്ന് പ്രസംഗിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് പ്രസംഗിച്ച് പഠിക്കാനുള്ളൊരു വഴിയാണല്ലോ, ഞാൻ റെഡിയാണ്. ബാപ്പനോട് സമ്മതം ചോദിച്ചപ്പോൾ ബാപ്പ പോയിക്കോളാൻ വേണ്ടി സമ്മതം തന്നു. ഞാൻ കുറ്റ്യാടി സിറാജുൽ ഹുദയിലെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. താജുൽ ഉലമയെ അങ്ങനെ പരിപാടിയുടെ ദിവസം കാണാമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും വലിയ തിരക്കുള്ള ദിവസമായതുകൊണ്ട് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ മകനോട് ചോദിച്ചു, എനിക്കെപ്പോഴാണെന്ന് വന്നാൽ നേരത്തോടെ കാണാൻ കഴിയല്. ഞാൻ ഒരു ദിവസം സമയം വാങ്ങിയിട്ട് താജുൽ ഉലമയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് ചെന്നു. ഞാൻ ഓർക്കുന്നത് അസറിന്റെ സമയത്താണല്ലെങ്കിലും മഗ്രിബിന്റെ ശേഷമുള്ള സമയത്താണ്. പ്രായം ചെന്ന താജുൽ ഉലമ വീട്ടിലേക്ക് ചെന്നാൽ എന്തായാലും ക്ഷീണം കൊണ്ട് കിടക്കാനാണ് സാധ്യത. കാരണം ദർസിന് പോലും പങ്കെടുക്കാതെ വീട്ടില് പുതിയ സ്ഥാപനത്തിലേക്ക് പോകാതെ അതേ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കുകയാണല്ലോ. കിടക്കുകയായിരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ എന്റെ ഇവിടുത്തെ മകനെ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു, വന്നോളൂ, കാണാനുള്ള അവസരമുണ്ട്. ചെന്നപ്പോൾ താജുൽ ഉലമ ഒരു കൈ തലയണയുടെ മേലെ ഊന്നി വെച്ചിട്ട് മറ്റൊരു കൈ അതേ കൈ ഖുർആനിന്റെ വിരലും വെച്ച് ആ ഖുർആൻ തലയണയുടെ മേലെ വെച്ച ഖുർആനിന്റെ മേലെ കൈയിന്റെ വിരൽ ഇങ്ങനെ നീക്കിയിട്ട് താജുൽ ഉലമ ഖുർആൻ ഓതുകയാണ്. പ്രായം കുറെ എത്തിയിട്ടും ഞാൻ അൽഹംദുലില്ലാഹ് ഒരുപാട് മുതഅല്ലിമീങ്ങളെ വാർത്തെടുത്തിട്ടുണ്ട്, ഒരുപാട് അനുയായികളെ വാർത്തെടുത്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ എനിക്ക് അദാബിനെ ചെല്ലുന്ന സമയത്ത് തക്ബീർ ചൊല്ലാൻ ആളുകളുണ്ട്, ബഹുമാനിക്കാൻ ആളുകളുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്യിപ്പിക്കാൻ ആളുകളുണ്ട്. ഞാനൊരു തികഞ്ഞവനാണെന്ന ചിന്ത കൊണ്ട് വീട്ടിലടങ്ങിയിരിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ മൊബൈലിൽ കളിച്ച് സമയം കളയുന്നതിന് പകരം, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ സമയം ചെലവഴിക്കുന്നതിന് പകരം താജുൽ ഉലമ പ്രായം ചെന്ന സമയത്ത് നേരെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് തലയണയുടെ മേലെ കൈയൂന്നി വെച്ചിട്ട് മറ്റൊരു കൈ കൊണ്ട് ഖുർആനിൽ ഇങ്ങനെ സ്പർശിച്ച് അതിങ്ങനെ വരികൾ ഇങ്ങനെ തൊട്ടിട്ട് താജുൽ ഉലമ ഖുർആൻ ഓതുകയാണ്. ഓ എന്റെ ഈമാനുള്ള വിശ്വാസികളെ, ഈ ഒരു മാർഗമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതേ മാർഗമായി സ്വീകരിക്കേണ്ടത്. ഈ ഒരു പാതയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാർഗരേഖയായി കാണേണ്ടത്. ആവശ്യമില്ലാത്ത സമയം ചെലവഴിക്കുന്നതിന് പകരം വേണ്ടാത്തതിനും വേണ്ടതിനും ചിന്തിച്ച് സമയം കളയുന്നതിന് പകരം അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ സമയം ചെലവഴിക്കുന്നവനാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ സുന്നത്തിയമായത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ആലോചിക്കുകയും നമ്മൾ ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങളെ പട്ടികയിലൊന്നും ഉൾപ്പെടാൻ കഴിയൂ. അതുകൊണ്ടാ മഹാനായ അബ്ദുൽ വഹാബ് ഷഅറാനി റഹിമഹുല്ലാഹ് അവിടുത്തെ കിതാബിൽ പ്രത്യേകം പറഞ്ഞു, നല്ലവനായി ജീവിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അള്ളാന്റെ പൊരുത്തം കിട്ടി ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന ചിന്താഗതി നിന്റെ അടുക്കലുണ്ടെങ്കിൽ, മോനെ നിന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് വളരെ മർമ്മപ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹറാമ് നിന്റെ വയറ്റിലേക്ക് കടന്നുകൂടാ. ഹറാമ് തീരെ വയറ്റിൽ കിടക്കാത്ത, തീരെ ഹറാമ് ഭക്ഷിക്കാത്ത ജീവിതം കയ്യിൽ വേണം.
അപ്പോഴേ നിനക്ക് മഹാന്മാരുടെ വഴിയെ എത്തിപ്പിടിക്കാൻ കഴിയൂ. മഹാന്മാരായ മശായിഖന്മാരുടെ വഴി ജീവിതത്തിലെ മാർഗരേഖയാക്കി സ്വീകരിക്കാൻ കഴിയൂ. മഹാന്മാരുടെ വഴിയിലും പൊരുത്തത്തിലും ജീവിക്കാൻ കഴിയൂ. ഇത് പറഞ്ഞിട്ട് മഹാനായ അബ്ദുൽ വഹാബ് ഷഅറാനി റഹിമഹുല്ലാഹ് മഹാനവറുകൾ പറയാണ്, യഥാർത്ഥത്തിൽ ഒരു ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടില്ലേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് സഹാബത്ത് പറയുന്ന ശകൗനാ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽജൂ. ഇമാം തുർമിദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. വയറിന് വിശപ്പ് സഹിക്കാൻ കഴിയാത്ത രംഗമെത്തിയിട്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നൊരു രംഗമെത്തിയപ്പോ മഹാനായ അതേപതി അബ്ദുൽ വഹാബ് ഷഅറാനി റഹിമഹുല്ലാഹ് തങ്ങൾ പറയുന്നു, ഇമാം തുർമിദി റഹിമഹുല്ലാഹ് തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ് സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് പറയുന്നു, ശകൗനാ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് വന്ന് പരാതി ബോധിപ്പിച്ചു, അല്ലെങ്കിൽ ഞങ്ങളെ വിഷമം പറഞ്ഞു. എന്താ ഞങ്ങളെ ശികായത്ത് എന്നറിയോ? അൽജൂ, വിശപ്പാട് നബിയേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു വിശപ്പിന്റെ പ്രയാസം പറഞ്ഞു സഹാബത്ത്. എന്നാ വിശപ്പിന്റെ പ്രയാസം പറഞ്ഞവര് നിർത്തിയില്ല. സഹാബത്ത് പറയാണ്, ഞങ്ങളെ വയറിന്റെ മേലെ ഒരു കെട്ടിവെച്ചിരിക്കുന്ന കല്ല്, അതേ കല്ലിനാൽ ഞങ്ങളെ വയറിങ്ങനെ റെഡിയാക്കി വെച്ചത്, വയറ് വിശപ്പ് സഹിക്കാൻ കഴിയാതെ കല്ല് വെച്ച് കെട്ടിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ ഇങ്ങനെ തൊട്ട് കാണിച്ചു കൊടുത്തപ്പോൾ ഫറഫഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഹജറൈൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയം തിരിച്ചു കാണിച്ചു കൊടുത്തത് എന്താണ്? രണ്ട് ചെറിയ കല്ല് വയറ്റത്ത് വെച്ച് കെട്ടിയതാണല്ലോ. ഇത് പറഞ്ഞിട്ട് മഹാനായ അബ്ദുൽ വഹാബ് ഷഅറാനി റഹിമഹുല്ലാഹ് തങ്ങൾ പറയാണ്, അല്ലാഹുവുമായി അടുക്കാനും റബ്ബിന്റെ പൊരുത്തം കിട്ടാനും ഏറ്റവും അനിവാര്യമായ ഘടകമാണ് ഹറാമ്. വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയാൽ പോലും ഹറാമ് നിറക്കാത്ത വയറായി വയറിനെ സൂക്ഷിച്ച് ജീവിക്കുക. അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്ക്, മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് ഭക്ഷണം കൊണ്ട് കൊടുത്താൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വേലക്കാരോട് ചോദിക്കും, മോനെ ഇതെവിടെ നിന്ന് കിട്ടിയ ഭക്ഷണമാണ്? ഏത് വകയിലുള്ള ഭക്ഷണമാണ്? ഏത് വകയിലാണ് നീ ഭക്ഷണം ഉണ്ടാക്കി വന്നത്? ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്? അങ്ങനെ തുടങ്ങി ഭക്ഷണത്തിന്റെ സനത് ചോദിച്ചിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പലപ്പോഴും ഭക്ഷണം കഴിക്കാറുള്ളത്. പക്ഷേ ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശപ്പ് സഹിക്കുന്നില്ല. വിശപ്പിന്റെ കാഠിന്യത്താൽ വീട്ടിലേക്ക് കയറി വന്നപ്പോ വേലക്കാരൻ ഒരുക്കി വെച്ച ഭക്ഷണം എടുത്ത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ ഭക്ഷണം എടുത്ത് കഴിച്ചു. ഭക്ഷണം കഴിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വേലക്കാരനോട് ഭക്ഷണത്തിന്റെ അഡ്രസ് ചോദിച്ചു. മോനെ, എവിടെ നിന്നാണ് ഈ ഭക്ഷണം കിട്ടിയത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമ്മൾ ഇന്ന് നേരം വെളുത്തപ്പോ എത്ര പ്രാവശ്യം ഭക്ഷണം കഴിച്ചു? ആ ഭക്ഷണം എവിടെ നിന്നാണ്? അത് ഹലാലാണോ അല്ല എനിക്ക് ജായിസായതാണോ? എനിക്ക് കിട്ടിയതൊക്കെ എനിക്ക് അല്ലാഹ് പൊരുത്തപ്പെട്ട വഴിയിലുള്ളതാണോ എന്ന് അന്വേഷിച്ച് കഴിക്കാൻ നമ്മളെ കൊണ്ട് കഴിയോ? മഹാനായ സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശപ്പ് സഹിക്കാൻ കഴിയാത്ത രംഗമെത്തിയിട്ട് ആ കാഠിന്യത്തിന്റെ ബുദ്ധിമുട്ടിൽ മഹാനവറുകൾ മുന്നിലൊരുക്കി വെച്ച ഭക്ഷണം എടുത്ത് കഴിച്ചുപോയി. കഴിഞ്ഞപ്പോൾ എവിടെ നിന്നാണെന്ന് ചോദിച്ചിട്ട് കൃത്യമായി പറയുന്നൊരു മറുപടി വേലക്കാരന്റെ കയ്യിൽ നിന്ന് കിട്ടാനില്ല. മറുപടിയുണ്ട്, പക്ഷേ ചോദിക്കുന്ന പല മറുചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി കിട്ടിയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തു ചെയ്തു എന്നറിയോ?
തന്റെ സ്വന്തം കൈ കൊണ്ടുപോയി വായിലേക്ക് അങ്ങ് കടത്തിയിട്ട് അതാ വായിന്റെ ഉള്ളിൽ ഇങ്ങനെ കുത്തിയിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭക്ഷണം മുഴുക്കെ ഛർദിച്ചു പോയി. എന്നിട്ടും മതിയാകുന്നില്ല. ആ ഭക്ഷണത്തിന്റെ അംശമെങ്ങാനും എന്റെ വയറ്റിൽ ബാക്കിയായി പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് മാ നബത മിനൽ ഹറാം, ഹറാമിനാൽ മുളച്ചുണ്ടായ ശരീരമാണോ ഫന്നാറു ഔലാ ബിഹി, അത് നരകവുമായി ഏറ്റവും ബന്ധപ്പെട്ടതാണല്ലോ. അതുകൊണ്ട് എന്റെ ശരീരം നരകത്തിൽ കടന്നുകൂടാ, സ്വർഗത്തിലാണെന്ന് ഉറപ്പുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ സ്വന്തം കൈ വായിലേക്കിട്ട് കുത്തിയിട്ട് മുഴുവൻ ഭക്ഷണവും അതാ വയറ്റിൽ നിന്ന് പുറത്തേക്ക് ചാടിച്ച് ഒഴിവാക്കിപ്പോയി. മഹാനായ അബ്ദുൽ വഹാബ് ഷഅറാനി റഹിമഹുല്ലാഹ് മഹാനവറുകളതാ ജീവിതകാലത്ത് നന്നാകണമെന്ന് ചിന്തിച്ച് സ്വാലിഹീങ്ങളെ വഴിയിൽ നേതൃത്വം കൊടുക്കണമെന്ന് ചിന്തിക്കുന്നൊരു നേതാവാകണമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും അനിവാര്യമായി അവനുണ്ടാകേണ്ട സ്വഭാവത്തിൽപ്പെട്ടതാണ് അവന്റെ ജീവിതത്തിൽ ഹറാമ വയറ്റിൽ കിടക്കാത്ത രൂപത്തിൽ അവന്റെ വയറിനെ സൂക്ഷിച്ച് ജീവിക്കുക. അതുകൊണ്ടാ മുസ്ലിമേ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വയറ്റത്തെ 2 കല്ല് വെച്ച് കെട്ടിയത്. അല്ലാതെ ഭക്ഷണം ചോദിച്ചാൽ തരാൻ സ്വഹാബത്തിന്റെ കയ്യിലുള്ള പണക്കാരായ സ്വഹാബത്തില്ലാത്തത് കൊണ്ടല്ല, ചോദിച്ചാൽ കിട്ടാത്തത് കൊണ്ടല്ല, കിട്ടണമെന്ന ആശയില്ല, ആഗ്രഹമില്ല. മറ്റുള്ളവനോട് ചോദിച്ച് യാചിച്ച് കൈനീട്ടി ജീവിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഉത്തമം അതാണോ എന്ന് ചിന്തിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരൊറ്റ സ്വഹാബത്തിനോട് സങ്കടം ബോധ്യപ്പെടുത്തിയില്ല, ഒരാളെ മുന്നിലും സങ്കടം പറഞ്ഞില്ല, ഒരാളെ മുന്നിലും വിഷമം പറഞ്ഞില്ല. ഇതാണ് മഹാനായ അബ്ദുൽ വഹാബ് ഷഅറാനി റഹിമഹുല്ലാഹ് തങ്ങൾ പറയുന്നത്. ഇത് പറഞ്ഞിട്ട് മഹാനവറുകൾ പറയാണ് ഫല്യഹദറി, മോനെ സൂക്ഷിച്ച് ജീവിച്ചോ, നിന്റെ വയറിനെ ഹറാമിൽ നിന്ന് സൂക്ഷിച്ച് ജീവിച്ചോ. കള്ളം പറഞ്ഞിട്ടുള്ളൊരു നയാകാശ് ജീവിതത്തിൽ സമ്പാദിച്ചേക്കണ്ട. അതുകൊണ്ടാ ഈമാനുള്ള വിശ്വാസികളെ മഹാനായ ഗൗസുൽ മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ചിന്തിച്ചതും ഇത് തന്നെയാണ്. കള്ളം വന്നിട്ട് കയ്യിൽ എന്തുണ്ട് എന്ന് ചോദിക്കുമ്പോ ഗൗസുൽ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി 40 ദീനാർ. എന്റെ കയ്യിൽ 40 ദീനാർ ഉണ്ട്. മഹാനായ ഗൗസുൽ മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പഠിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട യാത്രയിൽ വഴിയിൽ വെച്ചിട്ടതാ മഹാനായ ഗൗസുൽ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ തടഞ്ഞു നിർത്തിയിട്ട് ചോദിച്ചു, മോനെ എന്റെ കയ്യിൽ എന്തുണ്ട് എന്ന് ചോദിച്ചു. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, എന്റെ കുപ്പായത്തിന്റെ കയ്യിന്റെ അടിയിൽ ഒരു സാധനം ഉണ്ട്, അതിന്റെ ഉള്ളിൽ എന്തുണ്ട് എന്ന് ചോദിച്ചു. അപ്പൊ മഹാനായ ഗൗസുൽ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി 40 ദീനാർ, 40 ദീനാർ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര കൃത്യമായ മറുപടിയാ പറഞ്ഞത്. വളരെ കൃത്യമായ മറുപടി കൊടുത്തു. ആർക്ക്? കള്ളനാണ് മറുപടി. എന്തിനാണ് ഇത്ര കൃത്യമായി മറുപടി പറഞ്ഞത്? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എന്താണ്? വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരെ കൂടെയാകണം. എന്ത് കളത്, എന്ത് വിഷമുള്ളതാണെങ്കിലും നിങ്ങളെ നാവ് കൊണ്ട് കള്ളം പറയൽ അനുവദനീയമല്ല. അതുകൊണ്ടാ മുസ്ലിമേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഖുലിൽ ഹഖ, മോനെ നീ സത്യം മാത്രം പറഞ്ഞോ, വലൗ കാന മുറാ, അതെത്ര കൈപ്പുള്ളതാണെങ്കിലും കള്ളം പറയുന്ന സ്വഭാവമുണ്ടാകരുത്. എത്ര കൈപ്പുള്ളതാണെങ്കിലും സത്യം മാത്രം പറഞ്ഞോ, കള്ളം പറയുന്ന സ്വഭാവം കൈയൊഴിച്ചോ. 40 ദീനാറുണ്ട്.
എന്ന് അതാ കള്ള സംഘത്തോട് പറയാനുള്ള കാരണം, ഞാൻ അവനോട് കള്ളം പറഞ്ഞിട്ട് ആ പൈസ എന്റെ പോക്കറ്റിൽ വെച്ചിട്ട് തൽക്കാലം രക്ഷപ്പെട്ടാലും കള്ളം പറഞ്ഞ് രക്ഷപ്പെടുത്തിയ പൈസയാണല്ലോ, ആ പണത്തിന് ബറക്കത്തുണ്ടാകൂല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരാളോട് സംസാരിച്ചു, ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ, ഒരു കച്ചവടവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതാണ്, സിറാജുലുദന്റെ ആവശ്യത്തിന് വേണ്ടി സംസാരിച്ചതാണ്. അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞു, എന്നോടൊരാൾ ഇത്ര വില പറഞ്ഞിട്ടുണ്ട് ഈ സാധനത്തിന്. ഞാൻ അയാളോട് പറഞ്ഞു, അങ്ങനെ ഒരാൾ എനിക്ക് കാണിച്ചു തരുമോ? അങ്ങനെ ഒരാള് പറയാൻ സാധ്യത ഞാൻ കാണുന്നില്ല. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, അങ്ങനെ പറയൂന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടങ്ങ് പറഞ്ഞതാണ്. ഞാൻ അയാളോട് പറഞ്ഞു, കള്ളം പറഞ്ഞിട്ട് വിൽപ്പന നടത്തരുത്, കള്ളം പറഞ്ഞിട്ടൊരു സാധനവും വാങ്ങരുത്. തൽക്കാലം ചിലപ്പോൾ ആരെങ്കിലും 10 രൂപ കൂടുതൽ തരാൻ വേണ്ടി, അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ, ഇതിനൊരാൾ ഇത്ര വില പറഞ്ഞിട്ടുണ്ട് എന്ന് കള്ളം പറയുന്ന സ്വഭാവമുണ്ടല്ലോ. ഇല്ലാത്ത വിലയുണ്ടാക്കി കള്ളം പറഞ്ഞ് വിൽപ്പന നടത്തുന്ന 10 രൂപയോ 100 രൂപയോ 10,000 രൂപയോ 1,00,000 രൂപയോ നീ തൽക്കാലം ലാഭം വാങ്ങിയെന്ന് നിനക്ക് തോന്നിയാലും അതിന് ബറക്കത്തുണ്ടാകൂല. ഉറച്ച വിശ്വാസം വേണം നമുക്ക്. നിങ്ങൾ പറഞ്ഞു, ഒരു മുഅ്മിനായ മനുഷ്യൻ കള്ളം പറയൂല. അവ കള്ളം പറയുമ്പോൾ അവന്റെ ഈമാന് പോലും ലജ്ജിച്ച് തലതാഴ്ത്തി പോകുന്നതാണ്. ഹബീബായ സറഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്, ഒരു മുഅ്മിനാണോ, ഒരു യഥാർത്ഥ പരിപൂർണ്ണ വിശ്വാസിയാണോ, അവന് കള്ളം പറയാൻ കഴിയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അല്ലാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, താൽക്കാലികമായ ലാഭത്തിന് വേണ്ടി കള്ളം പറഞ്ഞു നീ 1,00,000 സമ്പാദിച്ചാൽ, ചോദിക്കട്ടെ ഈമാനുള്ള മുസ്ലിമേ, ആ 1,00,000 നിന്റെ പല്ലുവേദനക്ക് മതിയാകുമോ? ആ 1,00,000 നിന്റെ പല്ലുവേദനക്ക് മതിയാകുമോ എന്നാ ഞാൻ ചോദിച്ചത്. ക്യാൻസറിന് മതിയാകുമെന്നല്ല, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. താൽക്കാലികമായി മറ്റുള്ള ഒരാളെ വഞ്ചിച്ച് കയ്യിലേക്ക് പൈസ വാങ്ങിയിട്ട് എങ്ങനെയെങ്കിലും ആ പൈസ വാങ്ങിച്ചിട്ട് എങ്ങനെയെങ്കിലും അങ്ങ് രക്ഷപ്പെട്ട് കളയാമെന്ന് ചിന്തിക്കുന്നതിന് പകരം, എനിക്ക് ആ കിട്ടുന്ന പണത്തില് ബർക്കത്ത് തരേണ്ടവൻ അല്ലാഹു ആണ് എന്നുള്ള വിശ്വാസം വേണം. അവനാണ് അതിലെനിക്ക് ബറക്കത്ത് തരേണ്ടവനെന്ന ചിന്ത വേണം. അവനാണ് എനിക്കതിലെ സർവ്വഗുണങ്ങളും തരേണ്ടവനെന്ന ചിന്ത വേണം. ആ റബ്ബിലേക്ക് ആ മുസ്ലിമേ എന്റെയും നിന്റെയും മനസ്സ് തിരിക്കേണ്ടത്. താൽക്കാലികമായി നീ കൂട്ടി നോക്കിയപ്പോൾ കിട്ടിയ ലാഭത്തിലല്ല, മറിച്ചോ കിട്ടുന്നതിലുള്ള ബറക്കത്താ. അല്ലാ, നീ ഞങ്ങൾക്ക് സർവ്വ വിഷയങ്ങളിലും ധാരാളം ബറക്കത്ത് ചൊരിയണേ അല്ലാ. ഇരിക്കട്ടെ ഈമാനുള്ള വിശ്വാസികളെ, കള്ളം പറയാത്ത പണം സമ്പാദിക്കണം. മഹാനായ ഗൗസുൽ മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, 40 ദീനാറാണ്. ഇത് കേട്ടപ്പോൾ കൊള്ള സംഘത്തിൽ വന്ന ചങ്ങാതിക്ക് തോന്നി, ഈ ചെറിയ കുട്ടിയുടെ കയ്യിൽ 40 ദീനാറോ? ഈ ചെറിയ കുട്ടീന്റെ കയ്യിൽ എന്ത് 40 ദീനാറാണ്? അപ്പൊ ഇപ്പൊ നമുക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നൂല. കാരണം ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ കയ്യിൽ തന്നെ വലിയ പൈസ ഉണ്ടാവും. 40 ദീനാർ തന്നെ കുവൈത്ത് ദീനാർ കൂട്ടിയാൽ തന്നെ ഇപ്പൊ എത്ര ഉണ്ടാകുമെന്ന് നമുക്ക് കൂട്ടിയാൽ മനസ്സിലാകൂലേ എന്ന് തോന്നണ്ട. ഇത് ഏത് കാലത്താണ്? നിങ്ങൾ പ്രായം ചെന്ന ഉപ്പാപ്പന്മാരില്ലേ സോസിൽ, അവരോട് ചോദിച്ചു നോക്ക്, 20 വയസ്സൊക്കെ 5 വയസ്സൊക്കെ ചായ കുടിച്ച കാലില്ലേ? ഇല്ലേ? 20 വയസ്സൊക്കെ ചായ കിട്ടിയ കാലില്ലേ? ഇപ്പൊ ഒരു ചായപ്പൊടി കിട്ടോ? ഇപ്പൊ ഒരു ചായപ്പൊടി കിട്ടുമോ? 20 വയസ്സ് ഇപ്പൊ എങ്ങനെ എടുക്കലുണ്ടോ? നമ്മളെല്ലാവരും എടുക്കുക ഉണ്ടെങ്കിൽ പറയണോ? എന്തു പറയാൻ, 1000 തന്നെ ഇങ്ങ് എടുക്കുന്നില്ല, പിന്നല്ലേ 20 വയസ്സ് എടുക്കല്ലേ? 20 വയസ്സ് പോയിട്ട് 1000 ഉറുപ്പ്യ ഇങ്ങ് എടുക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മളെ ഉപ്പാപ്പമാരുടെ, നമ്മുടെ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ജനറേഷനിലെ കഥയാണ് ഞാൻ പറയുന്നത്. പിന്നെ 100 കണക്കിന് വർഷം മുമ്പ് ജീവിച്ച മഹാനായ മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ 40 ദീനാർ എന്ന് പറഞ്ഞാൽ അത് വലിയ വിലയാണ്. ആ 40 ദീനാർ കൊള്ള സംഘക്കാരനോട് ചെറിയ കുട്ടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോ കൊള്ള സംഘക്കാരൻ വിചാരിച്ചു തമാശയാക്കാൻ. അപ്പൊ അയാൾ പറഞ്ഞു, എന്റെ അടുത്ത് വരണ്ട, ഞങ്ങളെ നേതാവിന്റെ അടുക്കലേക്ക് ഓടി. അങ്ങനെ ലീഡർ അടുക്കലേക്ക് അയച്ചു. ചെറിയ കുട്ടിയാണല്ലോ, കുട്ടികളോടും സംസാരിക്കുന്ന രൂപത്തിലും ഭാവത്തിലൊക്കെ മാറ്റം വേണം.
അതുകൊണ്ട് അദ്ദേഹത്തിനെ അതാ മുതലാളിയുടെ അടുക്കലേക്ക് അയച്ചു. കൊള്ള സംഘത്തിന്റെ മുതലാളിയുടെ അടുക്കലേക്ക് അയച്ചപ്പോൾ മുതലാളി ചോദിച്ചു, മോനെ നിന്റെ കയ്യിൽ എത്ര പൈസ ഉണ്ട്? അപ്പോഴും മഹാനായ മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫീ 40 ദിനാർ, 40 ദിനാർ ഉണ്ട്. മഹാനായ ഗൗസുൽ ആദം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണ്. കുട്ടിയോട് തന്നെ ചോദ്യം, മാ ഹമലക അലാ ഹാദൽ ഇഅ്തിറാഫ്, ഇങ്ങനെ കൃത്യമായി പറയാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ് മോനെ? ഗൗസുൽ ആദം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഇന്ന ഉമ്മി അഹദത്നി അല സിദ്ഖി, എന്റെ ഉമ്മ എന്നോട് കരാറ് ചെയ്തത് സത്യം മാത്രം പറയാനാണ്. ഉമ്മാന്റെ കരാറ് പൊളിക്കാൻ, ഉമ്മാനെ വഞ്ചിക്കാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല. സത്യത്തിലാണ് ബറക്കത്ത് എന്നാണ് എന്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചത്. ആ ബറക്കത്ത് പ്രതീക്ഷിച്ച് ഉമ്മാന്റെ കരാറ് പൂർത്തിയാക്കി വിട്ടിയാൽ എന്റെ റബ്ബ് എനിക്ക് പൊരുത്തവും ബറക്കത്തും തരൂ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ സത്യം മാത്രം പറഞ്ഞത് കേട്ടോ. ഇതങ്ങ് കേട്ടപ്പോൾ കൊള്ള സംഘത്തിന്റെ തലവൻ കരയുകയാണ്. എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കുമ്പോ അയാളെ മറുപടി, നീ നിന്റെ ഉമ്മാന്റെ കരാറ് നീ വല്ലാതെ സൂക്ഷിച്ചു വീട്ടിയല്ലോ. നീ ചെറിയ കുട്ടിയാണല്ലോ മോനെ. ഇതുവരെ എനിക്ക് ആവശ്യമായ സർവ്വവെള്ളവും സർവ്വ സൗകര്യവും എല്ലാ നിഅമത്തുകളും ചെയ്തു തന്ന ലോകസുദ്ധാവായ അല്ലാഹ്, ആ റബ്ബിനോടുള്ള കരാറ് പൂർത്തിയാക്കി വിട്ടണമെന്നൊരു ചിന്ത പാവപ്പെട്ട എന്റെ മനസ്സിലില്ലാതെ പോയല്ലോ. റബ്ബിനോടുള്ള കടപ്പാട് ഞാൻ മറന്നു ജീവിച്ചവനായി പോയല്ലോ. കൊള്ള സംഘത്തിലെ തലവൻ അല്ലാഹുവിനോട് എതിര് ചെയ്തതിന്റെ കാരണത്താൽ ഞാൻ ഇതുവരെ എന്റെ റബ്ബിനോട് തെറ്റ് ചെയ്തവനാണല്ലോ എന്ന നിലക്ക് ആ കൊള്ള സംഘത്തിന്റെ തലവൻ മഹാനവറുകളെ മുന്നിൽ വെച്ച് കരയേണ്ടി മഹാനായ ഗൗസുൽ ആദം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫതാബ അലാ യദീ, ആദ്യമായി എന്റെ കൈ പിടിച്ചിട്ട് തൗബ ചെയ്ത് നന്നായ ഒരാളെ കൂട്ടത്തിലുള്ള ഏറ്റവും ആദ്യത്തെ മനുഷ്യൻ ആ കൊള്ള സംഘത്തിലെ തലവനാണ്. സത്യം മാത്രം പറഞ്ഞപ്പോ കൈ പിടിച്ചു ആ കൊള്ള സംഘത്തിലെ തലവൻ കൈ പിടിച്ചിട്ട്, ചെറിയ കുട്ടിയാണ് അന്ന് തുടങ്ങിയതാണ് തൗബ ചെയ്യാൻ ആളുകൾ. മഹാനവറുകൾ പറയുന്ന ആ കൊള്ള സംഘത്തിന്റെ തലവൻ മാത്രാണോ? അപ്പം ആ കൊള്ള സംഘത്തിന്റെ തലവനോട് വന്നിട്ട് എല്ലാരും പറയുന്നു, അൻത മുഖദ്ദിമുനാ, നീയാണ് ഞങ്ങളെ ലീഡർ, നിങ്ങളാണ് ഞങ്ങൾക്ക് ഇതൊക്കെ പഠിപ്പിച്ചു തന്നത്, നിങ്ങളാണ് എല്ലാറ്റിലും മുൻപന്തിയിലുണ്ടാകല്. ഏത് വഴി യാത്രക്കാരനെയും തടഞ്ഞു നിർത്തി കൊള്ള സംഘത്തിൽ എങ്ങനെ പൈസ തട്ടിയെടുക്കണമെന്ന് കാണിച്ചു തന്നത് നിങ്ങളാണ്. നിങ്ങൾ തന്നെ ഇപ്പൊ ഇതാ തൗബയിലും ഞങ്ങളെ മുന്നിലേക്ക് വന്നിട്ട് ഏറ്റവും മുന്നിട്ടിറങ്ങിയിട്ട് തൗബ ചെയ്തിരിക്കുന്നു. മാനവറുകൾ പറയാണ്, പിന്നതാ എല്ലാരും ഓരോരുത്തരായി വന്നു എന്റെ കൈ പിടിച്ചിട്ട് തൗബ ചെയ്യുക തന്നെ. എല്ലാരും പറയുന്നു, ഞങ്ങൾ അല്ലാഹുവിനോട് എതിര് ചെയ്തവരായി പോയല്ലോ, ഇനി ഞങ്ങൾ അങ്ങനെ ഒരു കൊള്ള സംഘത്തിന്റെ തലവനായോ കൊള്ള നടത്താനോ ഞങ്ങളില്ലേ ഇല്ല. അന്ന് മഹാനായ ഗൗസുൽ ആദം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ലോകമൊട്ടാകെ അറിയപ്പെടുന്ന കുതുബായിട്ടില്ല, ലോകമൊട്ടാകെ അറിയപ്പെടുന്ന നേതാവായിട്ടില്ല, പഠിക്കാൻ പോകുന്ന മുതഅല്ലിമാണ്. ആ മുതഅല്ലിമായ ഗൗസുൽ ആദം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൈപിടിച്ച് അവർ മുഴുവനും അതാ ഈമാനിന്റെ വഴിയിലേക്ക് തിരിച്ചു വന്നു പോയി. അതിനേറ്റവും അനിവാര്യമായ കാരണമാണ് ഞാൻ പറഞ്ഞത്. അവിടുന്ന് കള്ളം പറയാതെ സത്യം മാത്രം പറഞ്ഞപ്പോൾ, സത്യത്തിന് പ്രാധാന്യം നൽകിയപ്പോൾ
സത്യം ചെയ്യുന്നവർക്ക് മുൻഗണന നൽകിയപ്പോൾ അവിടത്തേക്ക് അല്ലാഹു നൽകിയ ബറക്കത്താണ്. ആ ഒരു ബറക്കത്താണ് പിൽക്കാലത്ത് ഗൗസുൽ ആദം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ എല്ലായിടങ്ങളിലും നമ്മൾ കണ്ടത്. മഹാനവറുകളുടെ ജീവിതത്തിൽ എത്ര ആളുകളാണ് അവിടുത്തെ കൈപിടിച്ചിട്ട് ശരിയായ വഴിയിലേക്ക് വന്നത്. എന്നാ വെറും ശരിയായ വഴിയിലേക്ക് വന്നു എന്ന് മാത്രാണോ? എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തേക്കാക്കും മലക്ക് പറഞ്ഞോവർ. കൈകൊണ്ട് അതാ മുരീദന്മാര് വന്ന് ബൈഅത്ത് ചെയ്ത് ജീവിച്ചപ്പോ അവിടുത്തെ അതാ പ്രത്യേകമായ നിരീക്ഷണത്തിൽ ശിഷ്യന്മാരെ വളർത്തിയെടുത്തു. എന്റെ മഹാനവറുകൾ തന്നെ പറയാണ്, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാം ഞാൻ നിങ്ങള് കൽബകമെന്നോവർ. ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് ആ ശിഷ്യന്മാരെ ജീവിതത്തിൽ ഓരോ രംഗങ്ങളിലും അവരുടെ ജീവിതത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ, അവരുടെ ജീവിതത്തിൽ കൈയൊഴിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ, ചെയ്യേണ്ടത് എന്തൊക്കെയാണോ കൈയൊഴിച്ചത്, അങ്ങനെ എല്ലാ മേഖലകളും നിരീക്ഷണം നടത്തി വളർത്തിയിട്ട് ആ മുരീദന്മാരെ മുഴുവനും നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് സ്വർഗത്തിലാണെന്ന് പ്രഖ്യാപിച്ചു പോയി. മഹാനായ ഗൗസുൽ ആദം മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി അതുകൊണ്ട് തീർന്നില്ല. കണ്ടില്ലേ ആ തങ്ങളുടെ മലയിൽ തന്നെ നമ്മൾ പാടുന്നു. കോഴിന്റെ മുള്ളോട് കൂകന്ന് ചൊന്നാരെ, കോഴിന്റെ മുള്ളിനോട് മഹാനായ ഗൗസുൽ ആദം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കോഴിന്റെ എല്ലിനോട് കൂകാൻ ചെന്ന് പറഞ്ഞപ്പോൾ ആ എല്ലുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് അതാ മഹാനായ ഗൗസുൽ ആദം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കൂക്കി പറപ്പിച്ച് വിട്ടോവർ. ആലോചിച്ചു നോക്കി ഈമാനുള്ള വിശ്വാസികളെ. ഈ കഴിഞ്ഞ ദിവസം മഹാനായ ചെറിയ പി ഉസ്താദ് വഫാത്തായി പോയി. അല്ലാഹുവേ ഉസ്താദിന്റെ ദർജന നീ ഉയർത്തി കൊടുക്കണം റഹ്മാനെ. മഹാനായ സുൽത്താനുൽ ഉലമ അല്ലാഹുവേ നീ പരിപൂർണമായ ആഫിയത്ത് നൽകണം റഹ്മാനെ. ആ ഉസ്താദ് അവരുടെ വഫാത്തിന്റെ ദിവസം രാവിലെ ഞാൻ മംഗലാപുരം ഭാഗത്ത് ഇവിടുന്ന് വയത് കഴിഞ്ഞ് വന്ന് കിടന്നതാണ്. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടാണ് കിടന്നത്. അതുവരെ നിസ്കാരം കഴിയാതെ കിടന്നിട്ട് ഉറങ്ങിപ്പോകണ്ടെന്ന് മനസ്സിലാക്കി കാത്തിരുന്ന് നിസ്കാരം കഴിഞ്ഞ് കിടന്നതാണ്. കഴിഞ്ഞിട്ട് കിടന്ന് പിന്നെ ഞാൻ 9:30 മണിക്കാണ് ഉറക്ക് തെളിഞ്ഞു നോക്കുമ്പോ ഉസ്താദിന്റെ മരണ വാർത്തയാണ് മൊബൈലിൽ വായിക്കാൻ കഴിഞ്ഞത്. അല്ലാഹു ഉസ്താദിന്റെ ദർജന ഉയർത്തി കൊടുക്കുമാറാകട്ടെ. എവിടത്തെയും നമ്മളൊക്കെ അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഒരാള് കമന്റ്, വാട്സപ്പിൽ ഒരാള് ചെറിയ പി ഉസ്താദിന്റെ വഫാത്തിന്റെ വിവരവും അതിന്റെ അടിയിൽ ഒരു കമന്റും. എന്താണ് കമന്റ്? നിങ്ങളെ വലിയ പി ഉസ്താദിന്റെ പ്രസംഗത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഏതോ ഒരു ശൈഖിന്റെ മഖാമിൽ കൊണ്ടുപോയി ഒരാൾക്ക് സുഖമില്ലാതെ മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ ഒരു മഖാമിൽ കൊണ്ടുപോയി അവിടുന്ന് ദുആ ചെയ്ത് തിരിച്ചു വന്ന് ചികിത്സ കഴിഞ്ഞ് രോഗം മാറിയ സംഭവം പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്റെ ചെറിയ പി ഉസ്താദ് വഫാത്താകുന്ന വിവരം അറിയില്ലായിരുന്നോ? കൊണ്ടുപോയിട്ടൊന്ന് മഖാമിൽ കൊണ്ടുപോയിടായിരുന്നോ എന്ന് അയാളെ ചോദ്യം. ഒന്ന് മഖാമിൽ കൊണ്ടുപോയി രോഗം മാറ്റിയിട്ട് തിരിച്ചു കൊണ്ടുവന്നാൽ പോരായിരുന്നോ എന്ന് അയാളെ ചോദ്യം. അതുപോലെ മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളെ കൊണ്ടുപോയിട്ടൊന്ന് മഖാമിൽ കൊണ്ടുപോയി ചികിത്സിച്ചു കൊണ്ടുകൂടായിരുന്നോ എന്ന് അവരെ ചോദ്യം. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. എന്ത് പിഡിത്തമാണ് ചോദിക്കുന്നത്? മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്ത് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ഖുർആനിൽ എന്താ ഖുർആനിൽ മുഅ്ജിസത്ത് പറഞ്ഞു? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സൂറത്തുൽ ബഖറയിൽ കാണാം. ആ പക്ഷികളെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അവിടുന്ന് അല്ലാഹുവിന്റെ പ്രത്യേകമായ ഓർഡർ മുഖേന പ്രഖ്യാപിച്ചപ്പോ അവിടുന്ന് മാടി വിളിച്ചപ്പോൾ ആ പക്ഷികൾ മലയിൽ നിന്ന് പറന്നിറങ്ങി എന്ന് നമുക്ക് ഖുർആൻ പറഞ്ഞ മുഅ്ജിസത്ത് കാണാം. ഞാൻ ചോദിക്കുന്നു, എന്റെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് വഫാത്താകുമ്പോ സ്വന്തം ജീവൻ രക്ഷിക്കാനാകാത്തത് കൊണ്ടാ? മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം, ആ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലും മുഅ്ജിസത്തിൽ കാണാം. അതേ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചു എന്നില്ലേ മുഅ്ജിസത്തായി പറഞ്ഞിട്ടില്ലേ? എന്റെ ഈസാ നബി അലൈഹിസ്സലാമിന് വഫാത്താകുന്ന സമയത്ത് മറ്റുള്ളവരെ ജീവിപ്പിക്കാൻ കഴിഞ്ഞിട്ട് സ്വന്തം ജീവൻ നിലനിർത്താൻ കഴിയാതെ പോയോ?
മറ്റുള്ളവർ വന്ന് ആക്രമിക്കാൻ വരുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാമിനെ വാനലോകത്ത് ഉയർത്തിയെന്നല്ലേ വിശ്വസിക്കുന്നത്? ചോദിക്കട്ടെ മനുഷ്യ, ആ ഈസാ നബി അലൈഹിസ്സലാമിന് മറ്റുള്ളവരെ ജീവിപ്പിക്കാൻ കഴിഞ്ഞിട്ട് ആക്രമിക്കാൻ വരുന്നവനെ പോലും തടയാൻ കഴിയാത്ത ഈസാ നബിയാണെന്ന് ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയാൻ കഴിയൂ? ഖുർആൻ തന്നെ പറഞ്ഞ എന്തെല്ലാം അത്ഭുതങ്ങളുണ്ട്, മുഅ്ജിസത്തുകളുണ്ട്. മഹാനായ നബിയുള്ളാഹി മൂസ അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്ത് പറഞ്ഞില്ലേ ഞാൻ? ആ മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടി പാമ്പായി എന്നല്ലേ പറയുന്നത്? ചോദിക്കട്ടെ, ആ മൂസാ നബി അലൈഹിസ്സലാമിന് എന്റെ സ്വന്തം കാര്യത്തിൽ പലപ്പോഴും മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനെ ഭയപ്പെട്ടിട്ട് മാറി നിന്നില്ലയോ? എന്തിലധികം പറയാനാ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകം തന്നെ പടക്കാൻ കാരണക്കാരനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഫാത്തിന്റെ സമയത്ത് പനി ഉണ്ടായില്ലേ? അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഅ്ജിസത്തില്ല എന്നാണോ? അതുപോലെ നമ്മളെ മുൻഗാമികളായ അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തില്ല എന്നാണോ? ഓ മുഅ്മിനായ മനുഷ്യ, നീ ചിന്തിച്ചില്ല മുഅ്ജിസത്ത് കറാമത്ത് എന്നൊക്കെ പറഞ്ഞാൽ അവരെ മരണം ഇല്ലാണ്ടാക്കും അതുകൊണ്ട് എന്നാണോ അതിന്റെ അർത്ഥം? അല്ല. ഏതെങ്കിലും മുഅ്ജിസത്തും കറാമത്തുകളും കാണിച്ചിട്ട് എന്തേ അയാള് സ്വന്തത്തിൽ ജീവിക്കാതെ അയാൾ മരിച്ചുപോയത് എന്ന് ചോദിക്കുന്നതിൽ എന്തർത്ഥമാണ്? ഇനി എന്തിലധികം പറയാനാ? ഒന്നുകൂടി ചോദിക്കട്ടെ, നിനക്ക് രോഗം വന്നപ്പോൾ പനി ബാധിച്ചിട്ട് നീ രോഗിയായിട്ട് ഡോക്ടർ അടുക്കലേക്ക് ചികിത്സക്ക് പോയിട്ട് ഡോക്ടർ നിനക്ക് മരുന്ന് എഴുതി തന്നില്ലേ? നിന്റെ രോഗം പെട്ടെന്ന് മാറിയില്ലേ? രോഗം മാറ്റിയവനാരാ? ഡോക്ടറാണെന്ന വിശ്വാസം നിനക്കുണ്ടോ? ഗുളികയാണ് നിന്റെ രോഗം മാറ്റിയത് എന്നുള്ള വിശ്വാസമുണ്ടോ? ഇല്ല അല്ലേ? ആരാ നിന്റെ രോഗം മാറ്റിയത് എന്നാ നീ പറയുന്നത്? ഈമാനുള്ളവനാണോ? ഞാനും നീയും പറയും അല്ലാഹയാണ് രോഗം മാറ്റിയത്. ഗുളിക കാരണമാണ്, ഡോക്ടർമാരെ കാരണങ്ങളാണ്. നിന്റെ സുഹൃത്തിന് ഭരിച്ചു, അപ്പൊ സുഹൃത്തിന് പരിപാലിച്ചപ്പോ നീ ആ സുഹൃത്തിനോട് പറയാണ്, എനിക്ക് കഴിഞ്ഞ മാസം മരിച്ചിരുന്നു, ഞാൻ ഇന്നാലിനെ ഡോക്ടറെ കാണിച്ചിട്ട് ഒറ്റ ഗുളിക കുടിച്ചുള്ളൂ, അപ്പോഴേക്ക് എന്റെ രോഗം മാറിപ്പോയി, അയാളെ തന്നെ കാണിച്ചോ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ മാസം നിന്റെ സുഹൃത്തിന്റെ അനുഭവം പറഞ്ഞില്ലേ നിന്നോട്? ഇത് കേട്ടിട്ട് നീ പോയി ആ ഡോക്ടർ അന്വേഷിച്ചു നോക്കുമ്പോ ഡോക്ടർ ക്യാൻസർ ബാധിച്ചിട്ട് തിരുവനന്തപുരത്താണ്. അല്ലേ? റബ്ബ് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഡോക്ടർമാർക്ക് ക്യാൻസർ വരൂല നേടി തരാൻ ധൈര്യമുള്ള ഡോക്ടർമാരുണ്ടോ? ഡോക്ടർമാരെ കൈയും കാലും മുറിക്കപ്പെടേണ്ട അവസ്ഥ ഉണ്ടാകൂല നേടി തരാൻ ധൈര്യമുള്ള ഡോക്ടർമാരുണ്ടോ? ഭിത്തികളായ ഏതെങ്കിലും പുത്തമ്പാദികളുണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചത്. ഡോക്ടർമാരെ കൂട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് രോഗം വരൂല നേടി തരാൻ തന്റെ ഇടമുള്ള ഏതെങ്കിലും ഡോക്ടർമാരുള്ളോ? ഇല്ല, ഇല്ല. രോഗം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, ചികിത്സക്ക് ഫലം കൊടുക്കേണ്ടവൻ അല്ലാഹുവാണ്. ഏത് ഗുളിക മുഖേനയാകട്ടെ, മരുന്ന് മുഖേനയാകട്ടെ, ചൊട്ട് ചികിത്സ മുഖേനയാകട്ടെ, അതല്ലാതെ ഏതെങ്കിലും കറാമത്ത് മുഖേനയാകട്ടെ, മുഅ്ജിസത്ത് മുഖേനയാകട്ടെ, ജീവിച്ചിരിക്കുന്ന അതേ മഹാന്മാരുടെ ദുആ കൊണ്ടാകട്ടെ, അല്ല നിന്റെ തന്നെ ദുആ കൊണ്ടാകട്ടെ, നിന്റെ ഉമ്മാന്റെ ദുആ കൊണ്ടാകട്ടെ, അല്ല വഫാത്തായി പോയ ഔലിയാക്കളുടെ അടുക്കൽ പോയി അവരെ മുന്നിൽ സങ്കടം പറഞ്ഞ് നീ റബ്ബിനോട് ചോദിച്ചതാകട്ടെ, അല്ല അമ്പിയാക്കളോട് ചോദിച്ചു വാങ്ങിയതാകട്ടെ, ആര് മുഖേന കിട്ടിയാലും എങ്ങനെ കിട്ടിയാലും എല്ലാം കൊടുക്കുന്നവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ഇത് വിശ്വസിക്കുന്നില്ലെങ്കിൽ ഈമാനുള്ള വിശ്വാസികളെ പിന്നെ എന്ത് മുസ്ലിമാണ്? അവ പിന്നെ മരണം അത് എല്ലാവർക്കും ഉള്ളതാണ്. ആ മരണത്തെ മുൻനിർത്തിയിട്ട് എന്റെ ഔലിയാക്കൾക്ക് ദുആ ഇജാബത്തില്ലാതെ ആയി പോയോ എന്ന് ചോദിച്ചാലോ? ചോദിക്കട്ടെ മനുഷ്യ, സിറിയയിലും അതുപോലെ പല മുസ്ലിം രാഷ്ട്രങ്ങളിലും മുസ്ലിമീങ്ങൾ കഷ്ടപ്പാട് അനുഭവിക്കുന്നില്ലേ? മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയില്ലേ? ആ സിറിയയില് ഒരുപാട് മഹാന്മാരായ ഇമാമി
ഇമാമിങ്ങളുടെ മക്ബറയിൽ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ധാരാളം കറാമത്തുകൾ കണ്ടിട്ടില്ല. ഇബ്നു തൈമിയ പോലും അങ്ങനെയുള്ള മഹാന്മാരായ ഔലിയാക്കളുടെ കറാമത്തുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. അൽ ഫുർഖാനു ബൈനൽ ഔലിയാഇർ റഹ്മാൻ വ ഔലിയാഇശ് ശൈത്വാൻ എന്ന ഗ്രന്ഥത്തിൽ അത് ഔലിയാക്കളെ കുറിച്ചായി ഇബ്നു തൈമിയ തന്നെ പറഞ്ഞിട്ടില്ല. ചോദിക്കട്ടെ മുഅ്മിനായ മനുഷ്യ, ഇതിന്റെ കാരണത്താൽ ഏതെങ്കിലും ഔലിയാക്കൾക്ക് രോഗം വന്നാലോ, ഏതെങ്കിലും സാലിഹീങ്ങൾക്ക് രോഗം വന്നാലോ, അതെ അവർക്ക് ഇത്തരം ആത്മീയ വഴിയിലൂടെ മാത്രമേ ചികിത്സിക്കാൻ പറ്റൂ. ആരാ മുസ്ലിമേ പറഞ്ഞത്? ആരാ അങ്ങനെ ചികിത്സ പാടുള്ളൂ എന്ന് പറഞ്ഞത്? ഒരു ഡോക്ടർ മുഖേന മാറൂല എന്ന് പറഞ്ഞത് ആരാ? ഡോക്ടർ മുഖേനയാകാം, ഔലിയാക്കൾ മുഖേനയാകാം, സാലിഹീങ്ങൾ മുഖേനയാകാം, ഖുർആൻ ഓതിയിട്ട് മന്ത്രിച്ചിട്ടാകാം. ഏത് മുഖേനയായാലും രോഗം മാറ്റുന്നവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ഇത് അടിയുറച്ച് വിശ്വസിച്ചാലേ മുഅ്മിനായ മനുഷ്യ നീ ശരിയായ വിശ്വാസിയാകൂ. ഇല്ലാത്തത് എന്തെങ്കിലും ചോദിക്കുന്ന വിഡ്ഢികളെ കൂട്ടത്തിൽ പെട്ടുപോകരുത്. അതാ ഞാൻ പറഞ്ഞത്, അമ്പിയാക്കളെ ജീവിതത്തിൽ മുഅ്ജിസത്തുകൾ ധാരാളം അനുഭവം പറയാനില്ല. ആരാ അനുഭവം? എന്റെ അനുഭവമാണോ? അല്ല, അള്ളാന്റെ ഖുർആൻ പറഞ്ഞ അനുഭവങ്ങളാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അവരൊന്നും വഫാത്താകൂല എന്നാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് രോഗം വരൂല എന്നാണോ മഹാനവറുകൾ പറഞ്ഞത്? തന്നെ വൈദാ മരിൽതു ഫഹുവ യശ്ഫീ, എനിക്ക് രോഗം വന്നാൽ മാറ്റിത്തരേണ്ടവൻ അല്ലാഹുവാണ് എന്നാണ്. ഇരിക്കട്ടെ ഈമാനുള്ള വിശ്വാസികളെ, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. എന്റെ ഈമാനുള്ള വിശ്വാസികളെ എഴുന്നേറ്റ് നിന്നു. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാഹ്. എന്റെ വാദകൾക്കും ഈമാനുള്ള വിശ്വാസികളെ, മഹാനായ അബ്ദുൽ വഹാബ് ശഅറാനി റഹിമഹുല്ലാഹ് മഹാനവറുകളെ പറയാണ്, മോനെ നീ സൂക്ഷിച്ചോളണേ, ആഖിറം വിജയിച്ച് മഹാന്മാരെ പട്ടികയിലൊന്നും ഉൾപ്പെടണമെന്ന ചിന്ത നിന്റെ മനസ്സിലുണ്ടോ? നീ സൂക്ഷിച്ചോളണം. എന്താ നീ സൂക്ഷിച്ച് ജീവിക്കേണ്ടത് എന്നറിയോ? നിന്റെ വയറിന് ഹറാമായ ഭക്ഷണം കിടക്കുന്നതിൽ നിന്ന് നീ സൂക്ഷിച്ചേക്കണേ, ഹറാമായ വെള്ളം കിടക്കുന്നതിൽ നിന്ന് നീ സൂക്ഷിച്ചേക്കണേ. ഇത് പറഞ്ഞിട്ട് മഹാനവറുകൾ പറയാണ്, ഇബ്രാഹിം തങ്ങളെ കുറിച്ച് നീ കേട്ടിട്ടില്ല? മഹാനായ ബിശ്റുൽ ഹാഫി തങ്ങളെ കുറിച്ച് നീ കേട്ടിട്ടില്ല? അവരെ കയ്യിലൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല, ഭൗതിക ലോകത്തിന്റെ സ്ഥാനവും സുഖങ്ങളൊക്കെ കൈവഴിച്ചിട്ട് വഖാലു അവരെ പ്രഖ്യാപിച്ചില്ലേ? എപ്പോഴാ പ്രഖ്യാപിച്ചത്? അവർക്കൊരു നേരത്തെ ഭക്ഷണമില്ലാതെ പ്രയാസപ്പെട്ടിട്ട് മണ്ണിലേക്ക് നോക്കിയിട്ട് മണ്ണിലേക്ക് നല്ല പൊടിമണ്ണ് കയ്യിൽ പിടിച്ചിട്ട് ആ മഹാന്മാരായ ഔലിയാക്കളെ പ്രഖ്യാപിച്ചില്ലേ? ലൗലം നജിദിൽ ഹലാൽ, ഞങ്ങൾക്ക് ഹലാലായത് ഉറപ്പോടുകൂടെ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു വർഷം ഞങ്ങൾ പട്ടിണി കിടക്കേണ്ടി വന്നാൽ പോലും മണ്ണ് തിന്ന് ജീവിക്കുക എന്നല്ലാതെ ഹറാമ് വയറ്റിൽ കടത്താതെ, ഹറാമ് വയറ്റിലേക്ക് എത്തിക്കാതെ എന്റെ വയറിനെ സൂക്ഷിച്ച് ഞാൻ ജീവിക്കുന്നില്ലെങ്കിൽ, എന്റെ വയറിനെ ഹറാമിൽ നിന്ന് സൂക്ഷ്മതയോടെ ഞാൻ കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടാനുള്ള നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കാണ്, ബിശ്റുൽ ഹാഫി തങ്ങൾ പ്രഖ്യാപിക്കാണ്, അതേ പിടിമണ്ണ് കയ്യിൽ പിടിച്ചിട്ട് പറയുന്ന ജനങ്ങളെ, ഹലാലാണെന്ന് എനിക്ക് ഉറപ്പുള്ളത് കയ്യിൽ കിട്ടാത്ത കാലത്തോളം ഞങ്ങൾ ഒരു കൊല്ലത്തോളം പട്ടിണി കിടക്കേണ്ടി വന്നാലും ഈ മണ്ണ് കൊണ്ട് മതിയാക്കുക എന്നല്ലാതെ ഹറാമുകളുടെ ഞങ്ങളെ വയറ്റിനെ സന്തോഷിപ്പിക്കാനോ, ഹറാമുകളുടെ വയറിന് താൽക്കാലികമായി ആശ്വാസം നൽകാനോ, സമാധാനം നൽകാനോ ഞങ്ങളില്ലേ? ഇല്ല.
ഇത് പറഞ്ഞിട്ട് മഹാനായ അബ്ദുൽ വഹാബ് ഷഅറാനി റഹിമഹുല്ലാഹ് തങ്ങൾ പറയാണ് വഫഅൽതു അന ദാലിക മറതൽ, ഞാനും ഇതുപോലൊരു തവണ എന്റെ ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു രംഗമുണ്ടായിട്ടുണ്ട്. അതെപ്പോഴാണ് എന്നല്ലേ, എപ്പോഴാണത്? ലമ്മ ഫഖത്തുൽ ഹലാൽ അയ്യാമ മുജാഹദതി, ഞാൻ എന്റെ ശരീരത്തോട് സമരം ചെയ്ത് എന്റെ ശരീരത്തെ പാകപ്പെടുത്തിയെടുത്തിട്ട് ലോക സിട്ടാവായ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ എന്റെ ജീവിതത്തെ മാറ്റിയെടുത്തു. സത്യം മാത്രം പറയുന്ന കള്ളത്തരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന, ഹറാമിൽ നിന്ന് സൂക്ഷിക്കുന്ന, കള്ളവും ചതിയും ചതിയും അതേ വഞ്ചനയും ഇല്ലാത്തൊരു ജീവിതം വേണമെന്ന് ചിന്തിച്ച് ഞാൻ എന്റെ റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന് വേണ്ടി ഞാൻ എന്റെ ശരീരത്തെയും ജീവിതത്തെയും മാറ്റിവെച്ച രംഗങ്ങളുണ്ടല്ലോ. ആ കാലഘട്ടത്തിൽ എനിക്കും ഇങ്ങനെയുള്ള രംഗമുണ്ടായിട്ടുണ്ട്. ആ ദിവസങ്ങളിൽ എനിക്ക് പലപ്പോഴും ഭക്ഷണം കിട്ടാതെ വിഷമിച്ചപ്പോൾ ഹലാലാണെന്ന് ഉറപ്പുള്ളത് കിട്ടാത്തതിന്റെ കാരണത്താൽ അബ്ദുൽ വഹാബ് ഷഅറാനി റഹിമഹുല്ലാഹ് തങ്ങൾ പറയുന്ന, മോനെ, ഞാൻ ആ മണ്ണ് കൊണ്ട് തന്നെ എന്റെ ശരീരത്തിന് താൽക്കാലികം ആശ്വാസം നൽകിപ്പോയി. അതിലെനിക്ക് എന്റെ റബ്ബ് സമാധാനം തന്നിട്ടുണ്ട്. ആ മണ്ണ് കഴിക്കേണ്ടി വന്നാൽ പോലും, മണ്ണ് വയറ്റിലെത്തേണ്ടി വന്നാൽ പോലും ഹറാമ് കഴിക്കില്ലെന്ന ഉറച്ച തീരുമാനമെടുത്തപ്പോഴാ അല്ലാഹു ഉന്നതമായ സ്ഥാനം തന്നത്. മഹാനവറുകൾക്ക് ഒരു കിതാബില്ലേ, മിനനുൽ കുബറാ, അല്ലാഹു തആല തന്ന ഒരുപാട് നിഅമത്തുകളെ എണ്ണി പറഞ്ഞ ഒരു കിതാബ്. അവിടത്തേക്ക് അല്ലാഹു നൽകിയ ഒരുപാട് നിഅമത്തുകളെ കുറിച്ച് എടുത്തു പറഞ്ഞ കിതാബ്. ഓ എന്റെ ഈമാനുള്ള വിശ്വാസികളെ, ആ ഒരു ദറജയിലേക്ക് എത്താൻ, ആ ഒരു മഹത്വത്തിലേക്ക് എത്താൻ മഹാനായ അബ്ദുൽ വഹാബ് ഷഅറാനി റഹിമഹുല്ലാഹ് തങ്ങൾ പറയുന്നു, മോനെ, ഞാൻ ആ മുജാഹിദത്തിന്റെ സമയം എന്റെ ശരീരത്തോട് സമരം ചെയ്ത് ജീവിക്കുന്ന കാലഘട്ടത്തിൽ മണ്ണ് കൊണ്ട് തൃപ്തിപ്പെട്ട് കഴിച്ചുകൂട്ടിയ ദിവസങ്ങള് എന്റെ ജീവിതത്തിലും കഴിഞ്ഞു പോയിട്ടുണ്ട് മോനെ. എന്റെ വയറ് കേൾക്കാൻ വന്ന ഈമാനുള്ള വിശ്വാസികള്, പാരത്രിക ലോകത്തെ വിജയമാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ആഖിറത്തിലൊരു സ്ഥാനമാണോ പ്രതീക്ഷിക്കുന്നത്? സ്വർഗത്തിലൊരിടമാണോ പ്രതീക്ഷിക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കയ്യിൽ നിന്നുള്ള ആ ശുദ്ധജലമാകുന്ന ഹൗദുൽ കൗസർ എന്ന് കുടിക്കലാണോ പ്രതീക്ഷിക്കുന്നത്? ഹറാമിൽ നിന്ന് മുക്തി നേടിയുള്ള ജീവിതം വേണം. കളവ് കൈയൊഴിക്കണം, സത്യസന്ധത ജീവിതത്തിലെ മുദ്രയാക്കണം, വഞ്ചന കൈയൊഴിക്കണം, ആരെയും ഗീബത്ത് പറയാത്ത നാവ് വേണം, ഒരാളെയും കുറ്റപ്പെടുത്താത്ത ജീവിതം വേണം. എന്റെ ജീവിതം ഞാൻ നന്നാക്കിയെടുക്കണമെന്ന ചിന്ത വേണം. ഏത് ദിവസത്തിന് വേണ്ടി? നഫ്സി നഫ്സി, എന്റെ കാര്യം, എന്റെ കാര്യം, എന്റെ കാര്യം. എനിക്ക് ബാപ്പനെ നോക്കാനുള്ള സമയമല്ല, ഭാര്യനെ നോക്കാനുള്ള സമയമല്ല, കൂട്ടുകാരെ അന്വേഷിക്കാനുള്ള സമയമല്ല, മക്കളെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയമല്ല. നഫ്സി നഫ്സി, എന്റെ കാര്യം, എന്റെ കാര്യം എന്ന് പറഞ്ഞ് ബേജാറ് കഴിച്ചു കൂട്ടുന്ന സമയം, ആ സമയത്ത് രക്ഷ വേണോ? ഭൗതിക ലോകത്ത് എന്റെ ആഖിറത്തിൽ ഞാൻ സമ്പാദിക്കണമെന്ന ചിന്ത വേണം. ആഖിറത്തിലേക്ക് ഞാൻ ഉണ്ടാക്കണമെന്ന ചിന്ത വേണം. അതിന് ഞാൻ എന്റെ ജീവിതത്തെ പാകപ്പെടുത്തിയെടുക്കണമെന്ന ചിന്ത വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ജീവിച്ച് മരിക്കുന്ന സ്വാലിഹീങ്ങളെ പട്ടികയിൽ പാവപ്പെട്ട അടിയങ്ങളായ നമ്മളെയും അവന്റെ മഹളായ ഫളില് കൊണ്ട് റബ്ബ് പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹ് ഞങ്ങളുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണം റഹ്മാനേ. ഒരു 3 നാരിയത്ത് സ്വലാത്ത് പെട്ടെന്ന് ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. മഹാനായ സുൽത്താനുൽ ഉലമ അൽഹംദുലില്ലാഹ് ഒരുപാട് മാറ്റമുണ്ട്. ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്, നീ നമ്മളൊക്കെ വായിച്ചു. അല്ലാഹുവേ, ഉസ്താദിന് പരിപൂർണമായ ആഫിയത്ത് നീ നൽകണം റഹ്മാനേ. ആരും അതുപോലെ ഞങ്ങളോട് വിഷമം പറഞ്ഞ് പ്രയാസം പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞവരുള്ളൂ. ഈ സദസ്സിലും പല സംഭാവനകളും പല കാര്യങ്ങളും പറഞ്ഞു
ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ അല്ലാഹുവേ എല്ലാവരുടെയും ഖൈറായ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു തരണം റഹ്മാനെ. ഒരു 3 നാരിയത്ത് സ്വലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ തമ്മ അലാ സയ്യിദിനാ മുഹമ്മദിൻ الذي تنحل به اللقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب حسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. ഇവിടെയുള്ള SSFന്റെ പ്രവർത്തകന്മാർ വളരെ ചുരുക്കം പ്രവർത്തകന്മാരാണെങ്കിലും അവരുടെ അങ്ങേയറ്റത്തെ ആഗ്രഹം കൊണ്ട് അവരുടെ കഠിനാധ്വാനം കൊണ്ട് നടത്തിയ ഒരു പരിപാടിയാണ്. അതിന്റെ പേരിൽ അവർ കടക്കാരായാൻ പറ്റൂല. നമുക്ക് നല്ല സഹായം അവർക്ക് ചെയ്തു കൊടുക്കണം. അള്ളാഹു നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ നമ്മളിൽ നിന്ന് കബൂൽ ചെയ്തു തരുമാറാകട്ടെ. പെണ്ണുങ്ങളെ ഭാഗത്ത് ബക്കറ്റ് വരുമ്പോൾ സ്ത്രീ